വാർത്തകൾ കൂടി നോക്കാം. കാസർഗോഡ് കറന്തക്കാടിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാറിന്റെ ഡിക്കിയുടെ മുകളിലിരുന്നാണ് അഭ്യാസം നടത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ആ ദൃശ്യങ്ങൾ കാണാം. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴും തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. പല അപകടങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുമുണ്ട്. ഇത്തരം സാഹസിക യാത്രകളൊക്കെ നടത്തി. എന്തായിരുന്നു സംഭവിച്ചത്? ലക്ഷ്മി, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് കറന്തക്കാട് വെച്ച് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെയാണ് ഈ യുവാക്കൾ സാഹസികമായി യാത്ര നടത്തിയത്. ഈ സംഭവത്തിന് ഏറ്റവും ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെയുള്ള റോഡിലൂടെയാണ് യുവാക്കൾ ഇത്തരത്തിൽ പോയിട്ടുള്ളത്. യുവാക്കൾ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നോ മറ്റേതെങ്കിലും കാര്യത്തിലൊക്കെ തന്നെ ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ യുവാക്കൾ ഇത്തരത്തിൽ യാത്ര ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനം കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുടെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാവാനിരിക്കുന്നേ ഉള്ളൂ. കാസർഗോഡ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സാരംഗ്, എന്തായാലും ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ഈ കാറിന്റെ നമ്പർ വെച്ചിട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സാരംഗ് നൽകുന്ന വിവരം. എന്താഘോഷത്തിന്റെ ഭാഗമാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊക്കെ എന്ത് സന്തോഷമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് പോവുകയാണ്. എത്ര അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാഠമാക്കി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ്.